അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് സമാന്തര ശ്രേണികൾ പാർട്ട് 4 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ 3 പാർട്ടുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ആദ്യം നമ്മൾ പാർട്ട് 1 സീക്വൻസ് അതായത് ശ്രേണികൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അരിത്തമെറ്റിക് സീക്വൻസ് അതായത് സമാന്തര ശ്രേണികളെ കുറിച്ച് പറഞ്ഞു. അതിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പാർട്ട് 2 പൊതുപദം അതായത് ജനറൽ ടേമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഫോർമുല ആയിരുന്നു xn = a + n - 1 × d. എക്ക് പകരമാണെങ്കിൽ x1 എന്ന് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പാർട്ട് 3 3ാമത്തെ എപ്പിസോഡിൽ നമ്പർ ഓഫ് ടേംസ് അതായത് എണ്ണങ്ങൾ, എത്ര ആൾക്കാരുണ്ട് എന്ന് എണ്ണം കാണുന്ന പരിപാടി പറഞ്ഞു. n = xn - x1/d + 1 എന്നായിരുന്നു ഫോർമുല ഉണ്ടാക്കിയെടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ആകെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി 4ാമത്തെ എപ്പിസോഡിലായിട്ട് നമുക്ക് പഠിക്കേണ്ടത് nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് mth ടേം ഈസ് ഗിവൺ. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ m-ാം പദം തന്നാൽ n-ാം പദം എങ്ങനെ കാണാമെന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു എ പിയുടെ സപ്പോസ് ഒരു തേർഡ് ടേം 5 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണെന്ന് എഴുതിക്കോ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് 4th ടേം കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? നേരെ a + n - 1 × d, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഉള്ള a + 3d എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണോ ചെയ്യുക? അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ എ പിയുടെ മീനിങ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. തേർഡ് ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 4th ടേം കിട്ടും. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? 4th ടേം കാണും. 5 + 2 7 എന്ന് കിട്ടും ആൻസർ. ഇനി അഥവാ നിങ്ങളോട് 5th ടേമാണ് കാണാൻ ചോദിച്ചെങ്കിലോ? തേർഡ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ട് 5ാമത്തെ പദം കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഈ 3ാമത്തെ പദത്തിനോട് നോക്ക്, x3 + d-നോട് ഒരു പ്രാവശ്യം കൂടി d കൂട്ടിയാൽ എന്താ വരിക? 3ാം പദത്തിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത പോലല്ലേ വരിക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് 6ാമത്തെ ടേമാണ് ചോദിച്ചെങ്കിൽ, 6ാം പദമാണ് ചോദിച്ചെങ്കിൽ 3ാം പദത്തിനോട് എത്ര പ്രാവശ്യം d ആഡ് ചെയ്യണം? 3 ടൈംസ് d ആഡ് ചെയ്യണം. എടാ, ഞാൻ ഈ 3 ഐറ്റംസ് എഴുതുമ്പോൾ ഇവിടെ വല്ല സിമെട്രി നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടോ? എന്താണ് ഇവിടെ ഫീൽ ചെയ്യണ കോൺസെപ്റ്റ് എന്താ? ഇവിടുത്തെ 5ഉം ഇവിടെ 3യും ഈ 5 - 3 ചെയ്താലല്ലേ 2, അതേപോലെ 6 - 3 ചെയ്താലല്ലേ 3. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് 10th ടേം ചോദിച്ചു, അതിൻ്റെ തേർഡ് ടേം തന്നിട്ടുണ്ടെങ്കിൽ എത്ര ടൈംസ് ആണ് d ആഡ് ചെയ്യേണ്ടി വരിക? സിമ്പിളായിട്ട് ചിന്തിക്കുക. 10 - 3 എന്താ? 7 ടൈംസ് ആണ് d ആഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ലോജിക്കിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറയോ? nth ടേം കാണണം. mth ടേം ഈസ് ഗിവൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇതിൽ നിന്ന് ഇത് കുറക്കുക, n - m ടൈംസ് d എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് പിന്നെ കാണാനുള്ള ഫോർമുല. mth ടേം തന്നിട്ടുണ്ടെങ്കിൽ nth ടേം കാണാനുള്ള ഫോർമുല ഉണ്ടോ? ഈസി ആയിട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ഒന്നും കൂടി ക്ലിയർ ആവും. നോക്ക്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 5th ടേം തന്നിട്ടുണ്ട്, 5ാം പദം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. 9ാമത്തെ പദം കാണണം എന്ന് എഴുതിക്കോ. എങ്ങനെ ചെയ്യാം? 9ാമത്തെ പദം കാണണം. എത്രാമത്തെ പദം തന്നത്? 5ാമത്തെ പദം തന്നു. അത് എത്ര ടൈംസ് d ആണ് ആഡ് ചെയ്യേണ്ടി വരിക? 9 - 5 9 - 5 എന്താ? 4 ആണ്. 4 ടൈംസ് d ആണ് ആഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറ, 5ാമത്തെ പദം 12 ആണ്, + 4 × d എത്ര? 3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 + എത്ര? ഇതും 12 ആണ്. ആൻസർ ബിക്കം 24. ഉണ്ടോ? ഈ ശരി ചെയ്തൂടെ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. 12th ടേം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, 7th ടേം കാണണം. അപ്പോൾ എന്ത് ചെയ്യുക? 12 + നോക്ക്, ഇവിടെ 7 12 കുറച്ചാൽ എന്താ? ഒരു നെഗറ്റീവ് നമ്പർ കിട്ടുക. 7 - 12 -5 അല്ലേ? -5 ടൈംസ് d എന്ന് വരും. അതായത് x12 - 5d എന്നാണ് അതിൻ്റെ ഫോർമുല വരിക. 12th ടേം എന്താ? 8 -12 5 × 12 5 × 12. എടാ, ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? അതിനെ ചെയ്യേണ്ട പരിപാടി, ഇതിനെ പകുതി എടുക്കുക. 12ൻ്റെ പകുതി എത്ര? 6. എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കുക. പകുതി എടുത്തിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 60 ഇതാണ് കംപ്ലീറ്റ് ആക്കുക അല്ലേ? 80 - 60 എത്ര? 20 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ലോജിക്ക് എന്താ അറിയോ? അതിൻ്റെ വലിയ ട്രിക്കൊന്നല്ല അത്. 5 എന്ന് പറയുമ്പോൾ 10/2 ആണെന്ന് അറിയില്ല നിങ്ങൾക്ക്?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യം ബൈ 2 ചെയ്യുക, പകുതി എടുക്കുക, എന്നിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10 കൊണ്ട് ഗുണിക്കുക. 10 കൊണ്ട് ഗുണിക്കുക പറയുമ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നിങ്ങളോട് 24 × 5 ചോദിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുക? 24ൻ്റെ ബൈ 2 പകുതി എടുക്കുക. 24ൻ്റെ പകുതി എത്ര? 12. എന്നിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? ഒരു 32നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 32ൻ്റെ പകുതി എത്ര? 16. എന്നിട്ട് 0 ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഓഡ് നമ്പറാണെന്ന് എഴുതിക്കോ. 51നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 51ൻ്റെ പകുതി എത്ര? 25.5. അപ്പോൾ ഇൻറ്റു 10 ചെയ്താൽ 255 വരും. ഒരു 103 × 5. 103ൻ്റെ പകുതി എത്ര? 103ൻ്റെ പകുതി 51.5 ആണ്. അപ്പോൾ ഇൻറ്റു 10 ചെയ്താൽ 515 വരും. ആ രീതിയിൽ നമുക്ക് ചെയ്യാം 5 കൊണ്ടുള്ള പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുലയിൽ നിന്നേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ ആദ്യത്തേത് കോമൺ ഡിഫറൻസ് കാണാം. 2 ടേമുകൾ നിങ്ങൾക്ക് തരികയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഫോർമുലയാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് 2 ടേംസ് ആർ ഗിവൺ. ഒരു സമാന്തര ശ്രേണിയിലെ 2 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കാണാനുള്ള ഫോർമുല. അതാണ് പഠിക്കാൻ പോകുന്നത്. എടാ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് xn = xm + n - m ടൈംസ് d എന്ന് പഠിച്ചില്ലേ? ഇവിടുത്തെ ഈ പ്ലസ് xmനെ ഞാൻ പുറത്തേക്ക് എടുത്താൽ എന്തായിരിക്കും വരിക? xn - xm = n - m × d. ഞാൻ ആ റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം എഴുതുകയാണെങ്കിൽ n - m × d = xn - xm. ക്ലിയർ? എടാ ഇൻറ്റു n - m അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? d = xn - xm / n - m എന്ന് വരും. അപ്പോൾ ഇതൊന്ന് നോക്കി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മനസ്സിലാവും. ഇവിടെ ഈ xn - x എന്ന് പറഞ്ഞാൽ എന്താ? ആ 2 ടേമുകളുടെ ഡിഫറൻസ് ആണ്. ആ n - m എന്ന് പറഞ്ഞാലോ അവരുടെ പൊസിഷൻസിന്റെ വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പൊസിഷൻസ്. ഒന്ന് മലയാളീകരിച്ചാൽ പദങ്ങളുടെ വ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്ന് പറയാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ സംഗതി നിങ്ങൾക്ക് ക്ലിയർ ആവും. ആദ്യം ഒരു ബേസിക് എക്സാമ്പിൾ ആയിക്കോട്ടെ. 2 ടേംസ് തന്നു, കോമൺ ഡിഫറൻസ് കാണാൻ ചോദിച്ചു. എങ്ങനെ ചെയ്യാം നോക്കട്ടെ. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്, അതായത് 2 ടേംസിന്റെ ഡിഫറൻസ് x9 - x4 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പൊസിഷൻസ് 9 - 4. എന്താണ് 9th ടേം? ഇവിടെ 35 ആണ്. -15 ബൈ എത്ര വരും? 9 - 4 5 ആണ്. എടാ 35 ന്ന് 15 കുറച്ചാൽ എത്ര? 20. 20/5 ആൻസർ എത്ര? 4. അപ്പൊ കോമൺ ഡിഫറൻസ് 4. കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചത്. വേറെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. 3rd ടേം തന്നു, 3ാമത്തെ പദവും 7ാമത്തെ പദവും തന്നിട്ട് 13ാമത്തെ ടേം കാണാൻ ചോദിച്ചു. അപ്പൊ 13ാമത്തെ ടേം കാണണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താ അറിയണം? കോമൺ ഡിഫറൻസ് അറിയണം. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് ഡീൽ ചെയ്താൽ കോമൺ ഡിഫറൻസ് കാണാൻ ടേംസുകളുടെ ഡിഫറൻസ് എത്ര? x7 - x3 ഡിവൈഡഡ് ബൈ 7 - 3. ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പൊസിഷൻസ്. എന്താണ് x7? 7th ടേം എന്ന് പറഞ്ഞാൽ അത് 17 ആണ്. മൈനസ് 3rd ടേം എന്ന് പറയുമ്പോൾ അത് 9 ആണ്. ബൈ 7 - 3 4 ആണ്. 7 - 9 ചെയ്ത് കഴിഞ്ഞാൽ 8 ലട കിട്ടാം. 8/4 ആൻസർ 2 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ. ഇനി നിങ്ങൾക്ക് കാണേണ്ടത് 13ാമത്തെ ടേം ആണ്. നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ടേം ഉപയോഗിക്കാം. ഫസ്റ്റ് ടേം അറിയണമെന്നൊന്നുമില്ല. ഞാനിപ്പോ തൽക്കാലം ഇവിടുന്ന് 7th ടേം ഉപയോഗിച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? n - m ടൈംസ് d അല്ലേ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 13 ന്ന് 7 കുറച്ചാൽ എത്ര ഇടാം? 6 അല്ലേ. അപ്പൊ 6d എന്ന് എഴുതും. 6d. ഇനി 7th ടേം എത്ര ക്വസ്റ്റ്യൻ ഉള്ളത്? ക്വസ്റ്റ്യനിൽ 7th ടേം 17 ആണ്. പ്ലസ് 6 × d എത്രയാണ്? കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് 17 + 12 എന്ന് വരും. എത്ര വരും? 29 എന്ന ആൻസർ വരും. ഈസി ചെയ്തൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ കുറച്ചൊക്കെ കത്തുന്ന ആൾക്കാരുണ്ടാവും, മിക്കവാറും കുറെ ആൾക്കാർ. അപ്പൊ അവരെന്താ വീഡിയോ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഫുള്ള് കാണാനില്ല, അത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ മതി. അതിന്റെ ഫൈനൽ ആൻസർ ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ? ആ രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ. അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ കപ്പാസിറ്റി കൂടുള്ളൂ. ഏതായാലും അടുത്ത ദിവസം നോക്ക്.
തേർഡ് ടേം 43 ആണ്, സിക്സ്ത് ടേം 76 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 പദങ്ങൾ കാണാനാണ് ചോദിക്കുന്നത്. 5 പദങ്ങൾ കാണണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ടേം അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു മാർഗം എന്താ? കോമൺ ഡിഫറൻസ് കാണാൻ കണ്ടോ ഇവിടെ ടേംസ് സിക്സ്ത് ടേമും തേർഡ് ടേമും ആണ്. അപ്പൊ x6 മൈനസ് x3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 എന്ന് ഞാൻ എഴുതും. സിക്സ്ത് ടേം എന്താണ്? സിക്സ്ത് ടേം ഇവിടെ 76 ആണ്, മൈനസ് തേർഡ് ടേമോ അത് 43 ആണ്, ബൈ 3 എന്ന് വരും. 76 നിന്ന് 43 മൈനസ് ചെയ്താൽ എത്ര വരും? ഇത് 70 നിന്ന് 40 കുറച്ചാൽ 33 എന്ന് വരൂലേ? 33 ബൈ 3, ആൻസർ ബിക്കം 11. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 11 ആണ്. ഇനി നമുക്ക് അതിലെ ഫസ്റ്റ് ടേം കാണണം. അത് ഇവിടെ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ആ x3 എന്ന് പറഞ്ഞാൽ എന്താ? 43 ആണ് തന്നിട്ടില്ലേ? x3 43 ആണെന്നുണ്ടെങ്കിൽ x3 എന്ന് പറഞ്ഞാൽ എന്താ? a പ്ലസ് അല്ലെങ്കിൽ x1 പ്ലസ് 2d അല്ലേ? a പ്ലസ് 2d ആണ് 43. a എന്നുള്ളതോ അല്ലെങ്കിൽ x1 എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചു വെച്ചത് അത് ഉപയോഗിക്കാം. x1 പ്ലസ് 2d ഇവിടെ നമ്മളെ ഫോർമുല പ്രകാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ x1 പ്ലസ് 2 ഇൻറ്റു d എന്താ? 11 ആണ്, ഇസിക്കൽ 43 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ x1 പ്ലസ് 22 ഇസിക്കൽ ടു 43. ആ പ്ലസ് 22 അപ്പുറത്തേക്ക് ഉണ്ടായാലേ x1 ഇസിക്കൽ ടു 43 മൈനസ് 22 എന്ന് വന്നു. ആൻസർ എത്ര വരിക? 43 22 മൈനസ് ചെയ്താൽ ആൻസർ എത്ര? 21 അല്ലേ? അപ്പൊ 21 ആയിരിക്കും ആദ്യത്തെ ടേം. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ 5 ടേം അല്ലേ എഴുതാൻ പറഞ്ഞത്? ഫസ്റ്റ് ടേം 21, അതിനോട് 11 കൂട്ടിയാലല്ലേ അടുത്ത ടേം കിട്ടുക? 21നോട് 11 കൂട്ടിയാൽ 32 എന്ന് വരും. അടുത്തതോ 43, അടുത്തത് 54, നെക്സ്റ്റ് 65. 5 ടേം ആയില്ലേ? ആദ്യത്തെ 5 ടേം കാണാൻ പറഞ്ഞു. ഇനി 5 അല്ല 10 ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, സംഗതി സെറ്റോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ വീഡിയോയില് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നേരത്തെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇതിന്റെ നോട്ട് കിട്ടാൻ നമ്മൾ ലാസ്റ്റ് ഒരു QR കോഡ് കൊടുക്കാം. അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇതുവരെ നമ്മൾ ചെയ്ത പാർട്ടുകളുടെ മൊത്തം പാർട്ടുകൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലും മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് സെറ്റ് ആക്കാം. ക്ലിയർ? ഓൾ ദി ബെസ്റ്റ്.